ഹായ് ഹലോ നമസ്കാരം. ജോലും ജസ്ലിനും എണീറ്റ് വന്നു. ഇന്നവർ എണീറ്റ് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ വൈകി. രാവിലെ ഒന്നുമല്ല, 10 മണിയായി. ഇന്നലെ വൈകിട്ട് ഇവരെ കൊണ്ട് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ എത്ര വിളിച്ചിട്ട് ഇവർ വരുന്നില്ല, അവിടെ തന്നെ നിൽക്കുക. അപ്പോൾ പിന്നെ ഞങ്ങളും വിചാരിച്ചു അവിടെ ഇരിക്കട്ടെ, കളിച്ചോട്ടെ, അവരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ പിള്ളേർ കളിച്ചോട്ടെന്ന് കരുതി. എങ്ങനെയാണേലും തിരിച്ചവർ കളി മതിയാക്കി മടുത്താണ് വന്നത്. അപ്പോഴത്തേക്കും 10:30 പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ 11:30 അതുകൊണ്ട് ഇന്ന് എണീറ്റപ്പോൾ നന്നായിട്ട് ലേറ്റായി. എന്നിട്ട് എണീറ്റ് വന്ന് രണ്ടുപേരും കൂടെ ബുക്ക് എടുത്ത് പഠിക്കുക. രാവിലെ എണീറ്റ് വരുമ്പോഴേ പഠിക്കുക. എത്ര നാളത്തേക്കാണോ ദൈവമേ ഇങ്ങനെ ആയോ മതിയായിരുന്നു മുന്നോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അതിലെ ചിത്രങ്ങളൊക്കെ കണ്ട് പറയാനും ഒക്കെ. ജോലി അത്യാവശ്യം ഒരുവിധം പറയും. ജോലി പറയുന്ന കേട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം പറയാനായിട്ട്. അങ്ങനെ പരസ്പരം രണ്ടുപേരും കൂടെ ഓരോന്ന് കാണിച്ചിട്ട് പറയലും പരിപാടിയൊക്കെ ആയിട്ട് ഇരിക്കുക. പിന്നെ ഇന്ന് രഞ്ജിത്തിന് ഒരാളെ മീറ്റ് ചെയ്യണം. അപ്പോൾ പുറത്ത് പോകണം. അപ്പോൾ അവിടെ ഒരു പാർക്കുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർക്കുണ്ടെന്ന് കേട്ടതുകൊണ്ട് എന്നാൽ പോയേക്കാന്ന് കരുതിയാണ് രണ്ടുപേരും കൂടെ. എന്നാൽ പിന്നെ പിള്ളേരുടെ സന്തോഷമല്ലേ, കൊണ്ടുപോയേക്കാന്ന് കരുതി. ഞാനിപ്പോൾ ഇവർ എണീറ്റ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇവരെ കുളിപ്പീരും കഴിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് പിന്നെ പോകേണ്ട പ്ലാനിങ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കഴിച്ചു കേട്ടോ. അവർ എണീറ്റ് വന്നപ്പോഴേക്കും ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇവരുടെ കാര്യം നോക്കിയാൽ മതി, അപ്പോഴത്തേക്ക് റെഡിയായി പിന്നെ പോവാലോ എന്ന് കരുതി. അങ്ങനെ ഇടിയപ്പവും ചെമ്മീൻ റോസ്റ്റും ഒക്കെ കൊടുത്തു. നല്ലതായിരുന്നു, നല്ല ചെമ്മീൻ റോസ്റ്റൊക്കെ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ. രഞ്ജിത്ത് ആളെ മീറ്റ് ചെയ്യാൻ പോയി. പിള്ളേർ ഭയങ്കര കളി തുടങ്ങി. ഞാൻ പിള്ളേരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ജസ്ലിൻ അതേ കയറണമെന്ന് എന്നോട് പറയുക. ജോലി തന്നെ കയറിക്കോളും. ജസ്ലിനൊക്കെ അപ്പോൾ കയറാൻ കിട്ടുന്നില്ല. അപ്പോൾ എന്നോടൊന്ന് കയറ്റി തരാമെന്ന് ചോദിക്കുക. ഞാൻ ആളെ കയറ്റി കഴിയുമ്പോൾ ഒക്കെ പേടി തുടങ്ങി. അപ്പോൾ കയറാൻ തുടങ്ങി. പിന്നെ ഇറക്കി. ജോലിനാണെങ്കിൽ ഏതെ കയറണമെന്ന് അറിയത്തില്ല. എല്ലായിടത്തും ഓടി നടന്ന് കളിക്കുക. ഇന്നലെ നമ്മൾ പോയ പാർക്കിലുള്ള ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ കുറച്ച് ഡിഫറൻസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. എവിടെ കയറണമെന്നറിയാതെ ഓടി നടക്കുകയാണ്. ഒന്നേ തന്നെ കളിച്ചിരിക്കുന്നൊന്നുമില്ല, ഓടി നടന്ന് കളിക്കുക. പിന്നെ ഞാൻ വിചാരിക്കുക പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴല്ലേ കളിക്കാൻ പറ്റുള്ളൂ. നാട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് ഇറങ്ങിയാലും കളിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ പാർക്കിലൊക്കെ ഇറങ്ങുമ്പോഴല്ലേ കളിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കയറി വരാനും ഭയങ്കര മടിയാണ്. ഈ റൂമിൽ തന്നെ ഇരുന്നിട്ട് പിന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കളിക്കും. ഭയങ്കര സന്തോഷമാണ്. പിന്നെ തിരിച്ച് കയറാനോ മടി. അപ്പോഴേക്കും രഞ്ജിത്ത് വന്നു. പിന്നെ രണ്ടുപേരെയും വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും ഒരു തരത്തി കൂട്ടിക്കൊണ്ട് പോകുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്ത് ചെയ്താൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാം, ഫുഡ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി തൽക്കാല ആശ്വാസത്തിന് എല്ലാവർക്കും ഒരു ഫ്രാഷൻ ഫുഡ് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അകത്ത് നമ്മൾ AC ഒക്കെ ഇടുന്നതുകൊണ്ട് ചൂട് അറിയുന്നില്ലെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂട് തുടങ്ങിയ പോലെ ചൂടുണ്ട്. പിന്നെ ഈ വർഷം മഴയും കുറവാണ്. പിന്നെ പെട്ടെന്ന് ഞാൻ ഒരു ബീൻസ് വയർ മെഴുക്കോട്ടിയൊക്കെ വെക്കാമെന്ന് കരുതി. സമയം 3:45. അങ്ങനെ ബീൻസ് വയർ മെഴുക്കോട്ടി വെച്ചു. പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ട്, മോരും ഒക്കെ. അതൊക്കെ കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് അങ്ങനെ ആക്കാമെന്ന് കരുതി. ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. ഇവരും ഉറങ്ങി, പിള്ളേർ നെഞ്ചത്ത് ഉറങ്ങി. പക്ഷെ അവർ നേരത്തെ എണീറ്റു. ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഭയങ്കര ക്ഷീണം. എന്നിട്ടിപ്പോൾ പിള്ളേർ വന്ന് സിനിമ കാണാൻ പോവാ, വാ പോപ്കോൺ വറുത്തതാന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കുന്നത് തന്നെ. പിന്നെ എണീറ്റൊന്ന് ഫ്രഷായി. ഇനി പോപ്കോണൊക്കെ വറുത്ത് അവരോട് ഇന്ന് സിനിമ കാണാമെന്ന് കരുതിയാ. അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കനും കൂടെ ഞെക്കണം കേട്ടോ. അതെന്നെ ചോളടിക്കണം അതിൽ, കാരണം എന്നാലേ പുതിയ വീഡിയോ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ. കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ. അപ്പോൾ ഇനി പോയി പോപ്കോണൊക്കെ വറുത്ത് പിള്ളേരോട് ചെയ്യുന്ന സിനിമ കാണട്ടെ. ഇത് അമേരിക്കൻ ഗാർഡൻ്റെ പോപ്കോൺ ആട്ടോ. നല്ല പോപ്കോണാണ്. നമ്മൾ തിയേറ്ററിലൊക്കെ നമുക്ക് ഇടുന്ന അതേ ഇത് കിട്ടും. മൈക്രോവേവിന് വെച്ചൊരു 3 മിനിറ്റ് കവറോടെ തന്നെ വെക്കാം. നമുക്ക് ഡൗൺ ചെയ്ത് പൊങ്ങി വരും. നല്ല ടേസ്റ്റുള്ള പോപ്കോണാണ്. അതിൻ്റേത് സാൾട്ട് ആൻഡ് ഗീയുടെ ഫ്ലേവറാട്ടോ. അപ്പോൾ വീഡിയോ മൊത്തം എല്ലാവരും കാണണം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.